സജിത്ത്, ഇത്തരത്തിൽ ഇ ഡിയുടെ ഇടപെടൽ നടക്കുമ്പോൾ, രാജ്യവ്യാപകമായി ഇ ഡിയുടെ ഇടപെടൽ പല സംസ്ഥാനങ്ങളിലുമുണ്ട്, നടക്കുമ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, അല്പം മുമ്പ് ഈ എം കെ കണ്ണനടക്കം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമാണ്, അതിന് മുന്നിൽ രാഷ്ട്രീയമാണ്. ഒപ്പം ഈ വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബിനാമി അക്കൗണ്ടുകൾ എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. ഇതുവരെയുള്ള ഈ രണ്ടാം ഘട്ടത്തിലുള്ള ഇ ഡിയുടെ നീക്കങ്ങൾ കാണുമ്പോൾ അത് കേവലം അങ്ങനെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാകുമോ CPM-ന്? രഞ്ജിത്ത്, രണ്ട് കാരണങ്ങളാണ്, രണ്ട് രാഷ്ട്രീയ പ്രതിസന്ധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ന് മുന്നിൽ ഉണ്ടാവുക. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കരുവന്നൂർ ചർച്ചയാകുന്നു എന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ഒരു പ്രശ്നമാവില്ല എന്ന് CPM കരുതിയിരുന്നു. കാരണം അവിടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ, അവിടുത്തെ പണം നഷ്ടപ്പെട്ടവർക്ക് പണം നൽകാനുള്ള ഇടപെടൽ, ഇങ്ങനെ പാർട്ടി തലത്തിൽ വലിയ ഇടപെടൽ നടത്തി പ്രാദേശിക പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാതാക്കി എന്ന് കരുതി തെരഞ്ഞെടുപ്പ് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കരുവന്നൂർ വീണ്ടും ചർച്ചയിൽ ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അതിന് CPM മറുപടി പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിലേക്ക് ഇതുവരെ CPM-ന്റെ ചില പ്രാദേശിക നേതാക്കളോ ജില്ലാ നേതാക്കളോ മാത്രം കക്ഷികളായിരുന്നു എന്ന തരത്തിലേക്കാണ് വന്നിരുന്നത്. കരുവന്നൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതിൽ തെറ്റുകാരെയൊക്കെ ശിക്ഷിക്കുമെന്ന പൊതു നിലപാടെടുത്തുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ സംഭവിക്കുന്നത് CPM-ന്റെ ഉന്നത നേതാക്കൾക്കടക്കം ഇതിൽ ബന്ധമുണ്ട്. CPM-ന്റെ ബിനാമി അക്കൗണ്ടുകളുണ്ട്, വ്യാജ അക്കൗണ്ടുകളുണ്ട്, 5 അക്കൗണ്ടുകൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാർ നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്ന തരത്തിലേക്കാണ് ഇ ഡിയുടെ കണ്ടെത്തൽ വരുന്നത്. സ്വാഭാവികമായി ഈ കണ്ടെത്തലുകൾ അതിൻ്റെ വസ്തുതാടിസ്ഥാനത്തിൽ തെളിഞ്ഞാൽ വലിയ വെല്ലുവിളി CPM-നെ സംബന്ധിച്ചുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വിശദീകരിക്കാൻ ഏറെ പാടുപെടുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്കിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൂടുതൽ സഹകരണ ബാങ്കിലേക്ക് ഇത്തരം ഇടപാടുകൾ നടന്നിരുന്നു എന്ന അന്വേഷണത്തിലേക്കും ഇ ഡി കടക്കുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെ ഇ ഡി കടക്കുന്നു എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇ ഡി ഈ MM വർഗീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 25 സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി അന്വേഷണം നടത്തുക എന്ന നീക്കത്തിലേക്കാണ് വരുന്നത്. അതേസമയം CPM ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എം കെ കണ്ണൻ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ എം കെ കണ്ണന്റെ പ്രതികരണത്തിൽ നിന്ന് തുടരുക സൈത്ത്. ഇപ്പോൾ എം കെ കണ്ണനും MM വർഗീസും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അത് പോണോ കൊണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഒറ്റയാനല്ലല്ലോ, കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. രാഷ്ട്രീയമാണ്. എന്നെ നിലവിലാണ് ചോദ്യം ചെയ്തു. എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് തന്നെ രാഷ്ട്രീയമുണ്ട്, വേറെ ഒന്നും ഇതിന് പിന്നിലില്ല. രാഷ്ട്രീയമാണല്ലോ, അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം. ആണല്ലോ, ഇതാണ് ലോകത്തെ എവിടെയെല്ലാം ഈ മതരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടാൽ അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ മരണമാണ് പ്രതികൾ. അതിൻ്റെ ഒരു തുടക്കമായി ഇവിടെയെന്ന് വെച്ചാൽ മതി. ഇതിനെ മുമ്പ് പറഞ്ഞപ്പോൾ ആളുകൾ വേണ്ടത്ര കണക്കിലെടുത്തില്ല. എല്ലാവർക്കും ബോധ്യമായില്ലേ? കോൺഗ്രസിനും ബോധ്യമായില്ലേ? ഇവിടുത്തെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു? പറഞ്ഞു. പക്ഷെ ചിലർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും DC സെക്രട്ടറി അത് ചങ്ങാതി ആവശ്യപ്പെട്ടില്ലേ? മുരളീധരൻ പറഞ്ഞു ഒന്ന്, അനിൽ അക്കരെ പറഞ്ഞു വേറൊന്നുമില്ലേ, അറസ്റ്റ് ചെയ്യണമെന്നല്ലേ? അങ്ങനെ കോൺഗ്രസ് പറയണ്ടോ? എനിക്കറിയില്ല. ഇവിടെ കാണുമ്പോൾ ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒന്നാണ്. നോട്ടീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്നു കിടക്കണ്ടോയെന്ന് എനിക്കറിയില്ല. നോട്ടീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്. സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പോഴത്തെ ആലത്തൂർ രാധാകൃഷ്ണൻ നാളെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച്, സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള അറിയാം. ബുധനാഴ്ച നാളെ മറ്റേ എം കെ കണ്ണനും MM വർഗീസും ഇരുവരും ഇ ഡിയുടെ നടപടികളുടെ പേടിയിലാണ്. അത്തരത്തിൽ അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. സജിത്ത്, അത് തന്നെയാണ് കാരണം. നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് ഇരുവരും പറയുന്നുണ്ട്. നോട്ടീസ് പക്ഷേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അറിയിപ്പ് ലഭിച്ചേക്കാം. പക്ഷെ നാളെ ഹാജരാകുന്ന കാര്യത്തിൽ MM വർഗീസ് ഒന്നും നിലപാട് വ്യക്തമാക്കുന്നില്ല. അപ്പോഴും
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാം ഘട്ട അന്വേഷണം, കൂടുതൽ തെളിവുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കമാണ് ഇ ഡി സമീപിച്ചിരിക്കുന്നത് എന്നറിയുന്നു. റിസർവ് ബാങ്കിനോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഗൗരവമേറിയ നടപടികളിലേക്ക്, കേവലം ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്ത് കുറച്ചുകൂടി ഗൗരവമേറിയ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ആ ഏജൻസി കിട്ടി എന്നും കരുതേണ്ടേ? അത് തെളിയിക്കപ്പെടേണ്ടതാണ്. കാരണം ഇ ഡി മുൻകാലങ്ങളിലും ഇത്തരം ഇടപെടലുകളും നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് അതിൻ്റെ ഒരു ശക്തമായ തലത്തിലേക്ക് പിന്നെ ആ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരാറുള്ള ആക്ഷേപം. ഇക്കാര്യത്തിലും ഇ ഡിയുടെ നടപടികൾക്ക് രാഷ്ട്രീയമല്ല, അതിന് പിന്നിൽ ചില കൃത്യമായ രേഖകളും തെളിവുകളും ഉണ്ട് എന്ന കാര്യം തെളിയിക്കാൻ ഇ ഡിക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വിഷയം ഉയർത്തിയതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതാണ് CPM ഉയർത്തുന്ന വാദം. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയും തുടർന്നുണ്ടായ നീക്കങ്ങളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇ ഡിയെ ഉപയോഗപ്പെടുത്തുന്നത് തുടങ്ങിയ വാദങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷേ കരുവന്നൂരിൽ ക്രമക്കേട് നടന്നു എന്ന കാര്യം CPM തന്നെ അംഗീകരിച്ചതാണ്. അത് ഒരു പ്രാദേശിക തട്ടിപ്പാണ്, ചിലർ മാത്രമാണ് അതിന് ഉത്തരവാദി എന്നതാണ് CPM ഇതുവരെ എടുത്തിരുന്ന നിലപാട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന് ഉന്നത ഇപ്പോൾ